ഇപ്പൊ തുടങ്ങും വിളി. ചിന്നു ചായ, മോളെ ചായ, അപ്പച്ചി ചായ. 4 സൈഡിൽ നിന്ന് 4 ടോണിലാണ് വിളി പറഞ്ഞത്. രാവിലെ എണീക്കുക, അങ്ങോട്ട് ഓർഡർ ഇടുക. എന്തൊരു സുഖം, എന്തൊരു എളുപ്പം. ഞാൻ ഒറ്റയ്ക്ക് ഇന്ന് കഷ്ടപ്പെട്ടാൽ മതി. എനിക്കൊരു ചായ വെറൈറ്റി അലാറാണല്ലോ. എന്നെ പറ്റി ഇപ്പൊ മനസ്സിനെ ആലോചിച്ചിട്ട് ആ നാക്കെടുത്ത് ഞാൻ ഇപ്പൊ അങ്ങോട്ട് വിഴുങ്ങി ഇപ്പൊ ശ്വാസം പിടിച്ച അത്ര സ്നേഹം കവളിലുടങ്ങി ഇങ്ങനെ പിടിച്ചിട്ടാ ഉമ്മ വയ്ക്കണത്. എന്തൊരു ആരോഗ്യം ചേട്ടാ, ഇത്ര ആരോഗ്യം ചേട്ടൻ തെങ്ങി കയറി കൈവിട്ടൂടെ? ആരോഗ്യമുള്ളവരാണോ തെങ്ങി കയറി കൈവിട്ടുന്നത്? ഓ, കാലുകൊണ്ട് പിടിച്ചിരിക്കാൻ അത് കോമഡി. എന്റെ കഴുത്ത് പോയ ചേട്ടാ. ചായ എടുക്കടി. ഓ എടുക്കാം ചേട്ടാ. ചേട്ടാ പിങ്കിയെ വിളിച്ചെണീപ്പിച്ചൂടെ? എന്തിന്? അവളെടുത്ത് ഇടാൻ പറഞ്ഞ ചായ. ചായ അവളെടുത്താ? ഞാൻ ഇതുപോലെ ചായ മോഹിച്ച് ഒരു ദിവസം അവളത്ത് പോയി ചായ ഇടാൻ പറഞ്ഞു. അവൾക്ക് പ്രാന്താണ്ടി. അവള് ഹെർബൽ ടീ എന്നൊരു സാധനം കൊണ്ടുവന്നു. ഞാൻ കുടിച്ചു നോക്കി. ചായപ്പൊടി പഞ്ചസാര ഒന്നുമില്ല, വേറെന്തിനൊക്കെ കുറെ സാധനങ്ങള്. വെണ്ടയ്ക്ക, ക്യാരറ്റ് 2 ഹെർബൽ ടീ. കൊഴാന്നിരിക്കണ്. ഞാൻ ഇത് സൂപ്പല്ലേ? പിന്നെ ഞാൻ ചായപ്പൊടി ഇട്ടതാ എന്നൊരു ചോദ്യം കൂടെ. കണ്ട ഇങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇട്ടുതരണം, അപ്പോഴേ എന്റെ വില നിങ്ങൾ മനസ്സിലാക്കുള്ളൂ. അങ്ങനെ ഇട്ടുന്നതാണ് നിന്റെ വില മനസ്സിലാക്കുക. അല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാമോ എന്റെ വില എത്രയാണെന്ന് അറിയാമോ? എനിക്കറിയാം. എത്ര? അത് നീ ഒരു ലോട്ടസ് ഫ്ലവർ പോലെയാണ്. കുറെ അഴുക്കിനകത്ത് നിന്നാലും നീ ഇങ്ങനെ വിരിഞ്ഞ് ഇങ്ങനെ. അതായത് ഓ നിങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഞാൻ ഇങ്ങനെ അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. കറക്റ്റ്. നല്ല തത്വം. പക്ഷെ കുറച്ചേരെ ചായ തരണില്ല. കണ്ണ് കാണാമോ പതഞ്ഞു വരുന്നത്? കണ്ട ഇത്രയും പതപ്പിച്ചിട്ടെങ്കിൽ അലാവുദ്ദീന്റെ മറ്റേ അത്ഭുതങ്ങളൊക്കെ ഇപ്പൊ ഭൂതം വന്നെ. അതാ വന്നല്ലോ. ചായ എന്താ? ചായ കൊട. നല്ല സുഖമുണ്ടല്ലേ വന്നങ്ങനെ ഓർഡർ ഇടാൻ. ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട്. നിങ്ങൾ ക്യൂവിലാണ്, ദയവായി വെയിറ്റ് ചെയ്യുക. എടി ഇങ്ങോട്ട് വരാ. എന്തിന്? ഇനി വാ, ഇവിടെ വാ. എന്താ പച്ചി? അടുത്ത് വാ. ഗ്യാസ് ആണെങ്കിൽ കുക്കിംഗ് ക്ലാസ് ഞാൻ പോണം. എന്തൊരു ഷോക്കോടി ഇത് കൊടുത്തു വിടണേ ചായ. മോക്ക് വെച്ചേക്കണ നോക്ക്. കറി വെക്കട്ടോ. സുന്ദരിയേവാ വെണ്ണിലവേവാ. കറിയൊന്നും വേണ്ട. കറി കൊണ്ടു. മണിക്കുട്ടാണ് അവിടെ പോയി. എവിടെ പോയി എന്നുള്ള കാര്യം എനിക്കറിയില്ല. എവിടെയോ പോയി എന്നുള്ള കാര്യമാണെങ്കിൽ നമുക്കറിയാം. പോയാ? ഓ എവിടെ പോയി നിനക്കറിയണല്ലേ? എനിക്കറിയാമെങ്കിൽ ഞാൻ ചോദിക്കണം എന്തിന്? ശരിയാണല്ലോ, അവക്കറിയാം. അവള് ചോദിക്കണം എന്തിന്? മണ്ടൻ തന്നെ. അപ്പൂന്റെ അനുഗ്രഹം മേടിച്ച് രാവിലെ എവിടെയോ പോയിട്ടുണ്ട്. അനുഗ്രഹം വാങ്ങിച്ചോണ്ടാ? എന്തിന്? എന്തിനെന്ന് ചോദിച്ച കാറ് മേടിക്കാനാണ് തോന്നുന്നേട്ടാ. കാറ് വാങ്ങിക്കാനാ? ഓ അതാണ്. എന്റെ അടുത്തേ ഇന്നലെ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. പറഞ്ഞാ? ഓ ചേട്ടാ, അവൻ കാറ് വാങ്ങിക്കാൻ പോയിരുന്നെങ്കിലേ എന്നെയും കൂടെ കൊണ്ടുപോകണമായിരുന്നു. അത് ശരി. അപ്പൊ പിന്നെ എന്നെയും കൂടെ കൊണ്ടുപോകേണ്ടി വരില്ലേ? അച്ഛൻ വാങ്ങിക്കുന്ന കാറ് ഓടി വരില്ലല്ലോ, നമ്മളെല്ലാം കൂടെ തള്ളിക്കൊണ്ട് വരണ്ടേ? അതുകൊണ്ടാണ് മണിക്കൂടാണ് കൊണ്ടുപോകത്ത്. മാമ കാർ വാങ്ങിക്കാൻ മാമ കൂടെ പോണം എന്തിന്? ഇടി ഞാൻ കാറ് മെക്കാനിക്കലല്ലേ, എനിക്ക് വണ്ടിയെ പറ്റി നല്ലതെന്ന് അറിയാമല്ലോ. എന്തൊരു മെക്കാനിക്കല്? ഓ ഞാൻ വിളിച്ച മാനുവലായിരിക്കും. മെക്കാനിക്. അത് തന്നെ. ഒന്ന് മിണ്ടായിരിക്കോ. എന്റെ മാമനാണ് കാറ് മേടിക്കാൻ പോയിരിക്കണത്. പക്ഷെ കാർ ഓടിക്കാൻ പോണെന്ന് ഞാനാണ്. എന്താ? എന്ത്? എങ്ങനെ? ഇടി ഞാൻ കാർ ഓടിക്കുമ്പോ അപ്പോഴും നീ കൂടെ കാണുമല്ലോ. അങ്ങനെ പറ. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനുള്ളതാണ്. ഞാൻ പഠിച്ചിട്ട് നീ പഠിക്കണുള്ളൂ കേട്ടാ. പിന്നെ ഇവിടെ ആരാണ് മൂത്തത്? അപ്പു. അതല്ല, ഡ്രൈവിംഗ് അറിയാത്തല്ല ആരാണ് മൂത്തത്? അതും അപ്പു. എന്തടി കളിയാക്കണല്ലേ? ഞാനാ? അവരല്ലേ കളിയാക്കണത്? എന്താണെങ്കിലും ഞാൻ പഠിച്ചിട്ടേ നീ പഠിക്കണുള്ളൂ കേട്ടാ പിങ്കി. കാർ വാങ്ങിച്ചാലേ ഫസ്റ്റ് ട്രിപ്പ് നമുക്ക് ടൂർ പോയല്ലോ. ഫസ്റ്റ് ട്രിപ്പ് ടൂർ പോയാലോ? എന്ത് പോണ്ടേ? അല്ല പോവാ. പിന്നെ എന്ത് കുഴപ്പം? നമ്മൾ രണ്ടുപേരും മാത്രോ? ഞാനുണ്ട്. കന്യാകുമാരി പോ. സെറ്റല്ലേ? അങ്ങനെയാണ്. ഞാൻ ഇപ്പോഴേ റെഡി ആയാലും. എന്ത് പറയണേ? പോണ വഴിക്ക് നാഗർകോവിലിന്ന് കുറച്ച് അരിയും മുളകൊക്കെ വാങ്ങിച്ചിട്ടൊന്നല്ല. എന്ത്? അല്ല പിന്നെ എല്ലാരും കൂടെ പോണെന്തിന്?
പിന്നെ മണിക്കുട്ടണ്ണന്റെ കാറില് അവരെ കൊണ്ടുപോകാൻ നമ്മൾ മാത്രം മതി. മണിക്കൂട്ടണ്ണന്റെ കാറിൽ മണിക്കൂട്ടണ്ണൻ പോട്ട് അത് കഴിഞ്ഞ് നമ്മൾ പോകും. അങ്ങനല്ലേ ഉദ്ദേശിച്ചത് അല്ലേ അച്ഛാ? ആദ്യം കാറ് വരട്ടെ പിന്നെ ട്രിപ്പ് ഉണ്ടാക്കി. തഗ് തഗ് റെഡിയാവണില്ലേ നീ? മൂട് പോയി. ഉണ്ണിപ്പിള്ള ചാടി കേട്ടാ നേരത്തെ കൊണ്ട് ഏത് കാറായിരിക്കും വാങ്ങിക്കണേ? അച്ഛൻ്റെ അനുഗ്രഹം വാങ്ങിച്ചോട്ടല്ലേ പോയത്. അപ്പൊ അംബാസഡർ കൂടുതലൊന്നും പ്രതീക്ഷിക്കില്ല. പോടാ പോടെ ഇങ്ങനെ മാറി ഉള്ളല്ലേ. ഡാഡി പിള്ളേർ ഒടുക്കത്തെ പ്രാക്കായി പോയി. കൈ അനക്കാൻ പയ്യ. നല്ല വേദനയുണ്ടോ? ഇല്ലല്ലോ ചേട്ടൻ നോക്കാതെ എവിടെയെങ്കിലും വന്ന് എന്തെങ്കിലും ഉളുക്കിന്ന് പറഞ്ഞിട്ട് മാമന്റെ തല കൊണ്ട് വെക്കണേ. അയ്യോ നിന്റെ മാമൻ നല്ല മനസ്സിന്റെ ഉടമ, ആരും ഒന്നും പറയൂല. നീ ആ മണിക്കൂട്ടാണ് വിളിച്ച? ഇല്ല. അത് എന്തിനാ വിളിക്കണേ? ഒന്ന് വിളിച്ചു ചോദിച്ചു. ഞാൻ വിളിച്ചപ്പോ ആദ്യം ബിസി, ഇപ്പൊ വിളിച്ചിട്ട് എടുക്കണമില്ല. ചേട്ടാ ഡ്രൈവിംഗ് വല്ലതും ആയിരിക്കും ചേട്ടാ. കാർ എടുക്കാൻ പോയതല്ലേ? എന്തോന്ന് ഡ്രൈവിംഗ് അടി, ഒന്ന് വിളിച്ചെടുക്കണ്ടേ? ചേട്ടാ ബിസി ആയിരിക്കും. എനിക്ക് അതല്ല, ഭയങ്കര ടെൻഷൻ എനിക്ക്. എന്തിന്? ഏത് കാറായിരിക്കും എടുക്കണ? അങ്ങോട്ടല്ലേ കൊണ്ടുവരണ, അപ്പ കാണൂലേ? അപ്പൊ കണ്ടാ മതി. ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴാണ് കാറ് കാണുന്നത്. ഒരു കാറൊക്കെ വാങ്ങിക്കുമ്പോ ഭയങ്കര എന്നെ വിളിച്ചു. ചേട്ടാ ഇവിടെ ചേട്ടാ മാത്രമാണ് അടിക്കണത്, ഇവിടെ ഇത്രയും പേരില്ലേ. എല്ലാരും കൂടെ കൊണ്ടുപോകാൻ ചിലപ്പോ ബുദ്ധിമുട്ട് കാണും. എല്ലാരും കൂടെ കൊണ്ടുപോകാൻ ഇത് പാർക്കിലല്ലോ, കാറ് വാങ്ങിക്കല്ലേ. അതന്നെ എനിക്ക് പറയാനുള്ളൂ. ചേട്ടൻ ഇത്രയും വലിയ ഒരു പണി. ഹലോ എന്താണ് ഇങ്ങനെ പേടിപ്പിക്കണത്? മര്യാദയ്ക്ക് വിളിക്കാറുണ്ട്. മര്യാദ വിളിച്ച എനിക്കുണ്ടാ? നിനക്ക് വേണ്ട ഇങ്ങനെ പടികടി. ഞാൻ ഇറങ്ങട്ടാ പോയി. എവിടെ പോണ്ടേ നമുക്ക്? എങ്ങോട്ട്? ഓ കന്യാകുമാരി പോണ്ടേ? എന്തിന്? എന്തിരുന്നാ? പക്ഷേ നമ്മൾ ട്രിപ്പ് പോണെന്നൊക്കെ പറഞ്ഞു. എന്റെ പൊന്നെ പെങ്കി, നീ കന്യാകുമാരി കാണാതെ കിടക്കുകയാണ്. ചുമ്മാ നേരത്തെ തൊട്ടേ പറഞ്ഞോണ്ടിരിക്കണേ കന്യാകുമാരി പോണ്ടേ കന്യാകുമാരി പോണ്ടേ. കന്യാകുമാരി മാത്രല്ല, ഏത് ബീച്ച് പറഞ്ഞാലും ഇവിടെ ഉടനെ നീ എന്തിന് കടൽക്കാക്കി. ആദ്യമേ പറഞ്ഞാലേ ഇത് ശരിയാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ പിന്നീട് ആവുമ്പോ മുടക്കം പറയും. പിന്നീടേ പറയണില്ല, ഇപ്പൊ തന്നെ പറയാം. നിന്നെ കൊണ്ടുപോകണില്ല. ഇപ്പോഴേ റെഡി ആവേണ്ട ആവശ്യമില്ല, ആദ്യം കാറ് വരട്ട്. തൂരടി തൂത്ത കൊണ്ടോ? ആ അയ്യോ എന്റെ കാലിലോട്ടോ. കൊണ്ടുപോണ്ട് ക്യാൻസൽ. ഇത് വെച്ച് കാലില് ഇങ്ങനെ റെഡി ആവാൻ പറ. ഇങ്ങനെ മണിക്കൂർ കണക്കിന് സമയം എടുക്കും. അത് ഞാൻ ഒന്നും റെഡി ആവണില്ല. നിന്റെ മ്യാമൻ കയറിയിട്ടുണ്ട്, എണ്ണിപ്പള്ള. അത് ശരിയാണ്. അപ്പൊ എന്തുമല്ല ഇത്ര സമയം എടുക്കുന്നേ? അതന്നെ. ഈ വയസ്സാം കാലത്ത് എന്തിന്റെ കുഴപ്പമാണെന്നാണ് ഏതോ അമ്മച്ചിമാരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഓവറാക്കല്ലേ? ഓവറാക്കണ്ടല്ലേ? എന്നാ വേണ്ട. പക്ഷെ ഇന്ന് മിക്കവാറും അപ്പൊ നല്ല വെൽ പ്ലാൻഡ് ആയിരിക്കും. നേരത്തെ ഇറങ്ങി ഇപ്പോണ്ടായിരിക്കും. പോയ നോക്കിയാ അറിയാം. ആണോ? ഒന്നും പറയാൻ പറ്റില്ല. നമുക്കും പോയി ഇറങ്ങാല്ലേ? തൂക്കണേ പിങ്കി, ഫുൾ ക്ലീൻ ചെയ്യേ. അയ്യോ സഹായിക്കും. പിന്നെന്തു? നീ തൂത്തിട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പെട്ടെന്ന് കുളിച്ചിട്ടേക്കും. അപ്പൊ നിനക്ക് പെട്ടെന്ന് കുളിക്കാമല്ലോ. അതൊരു സഹായമല്ലേ? അല്ലേ? ആ തൂര്. അമർത്തെ തൂരടി.